ഫ്രണ്ട്സ്, പണ്ടുകാലം മുതലേ നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ടതായിരുന്നൊരു സ്വീറ്റ് അല്പം ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരത്തവി പഞ്ചസാരയും ഒരു ഏലക്കയും കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് അരത്തവി പാൽപ്പൊടിയും 1.5 തവി മൈദയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആട്ടമാവിലും തയ്യാറാക്കാം, എന്നാൽ ആട്ടമാവിന് കുറച്ചുകൂടെ നെയ്യ് വേണം. അതുപോലെ ടേസ്റ്റ് കൂടുതൽ മൈദയിൽ തയ്യാറാക്കുന്നതാണ്. പാൻ ചൂടാകുമ്പോൾ അരത്തവി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോലെ ഉരുകിയ നെയ്യാണെങ്കിൽ 1/4 തവി ചേർക്കണം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടി അതിലേക്കിട്ട് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. നമ്മൾ വാങ്ങിക്കഴിക്കുന്നതിൽ 98% ഡാൽഡയും മൈദയും ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഒരു കാരണവശാലും ഡാൽഡ ചേർത്ത് തയ്യാറാക്കരുത്, നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. തണുത്താലുടനെ പാറ പോലെ ഉറഞ്ഞു പോകുന്ന ഡാൽഡ പൊണ്ണത്തടിയും പല അസുഖങ്ങളും ഉണ്ടാക്കും. അത് ഉള്ളിൽ ചെന്നാൽ പുറത്തു പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ വയറിനുള്ളിൽ ചെന്നിരുന്ന് ചൂടാക്കി കൊടുക്കേണ്ടി വരും. ഇത് വീട്ടിൽ തയ്യാറാക്കി ശുദ്ധമായിട്ടുള്ള നെയ്യാണ്. മിക്കവാറും പേരും നെയ്യ് കൂടുതൽ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇത് 2 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് കട്ടയായിക്കൊള്ളും. ഒരു പാത്രത്തിൽ ഒരല്പം നെയ്യ് പുരട്ടിയെടുക്കാം. നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയും കശുവണ്ടിയും ബദാമും ഇതിലേക്കിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഇതിനെ ആ നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് ആവശ്യത്തിന് മധുരം ഉണ്ടാവുള്ളൂ, ഒത്തിരി അങ്ങ് മധുരം ഉണ്ടാവില്ല. നാവിൽ അലിഞ്ഞു പോകുന്ന അത്ര നല്ല സോഫ്റ്റുമാണ്. ഇനി ഇതിനെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് കട്ടയായി വരും. ഇതൊരല്പനേരം ഞാൻ വെച്ചതേ ഉള്ളൂ. ഇനി നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. മൈദയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എന്നാൽ മൈദ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് കശുവണ്ടിയും ബദാമും പാൽപ്പൊടിയും ചേർക്കാൻ മറക്കരുത്, എന്നാലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും.